നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ജീവനക്കാർ ജൂലൈ 17 സൂചനാ പണിമുടക്ക് നടത്തും. സർക്കാർ ഏറ്റെടുത്ത് സ്പാർക്ക് പ്രഖ്യാപിച്ച തീയതി വരെയുള്ള ഗ്രാറ്റുവിറ്റി, ലീവ് സറണ്ടർ തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക, സർക്കാർ ഏറ്റെടുക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം സംരക്ഷിച്ച് തസ്തിക നിർണ്ണയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പളവും അതിൻ്റെ കൂടെയുള്ള 12% DA ആണ് ഈ 2024 നമ്മൾ വാങ്ങുന്നത്. സർക്കാരിൻ്റെ എല്ലാ മേഖലയിലും മെഡിക്കൽ കോളേജ് ജീവനക്കാരോട് ഒരു ചിട്ടമായ നിയമമാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനു മുമ്പും എല്ലാ മേഖലയിലും മെഡിക്കൽ കോളേജ് പരിസരത്തായാലും DMEയുടെയും കലക്ട്രേറ്റിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലും നമ്മൾ നിരന്തരമായി ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല. ഇനി ഞങ്ങൾക്ക് നിൽക്കാൻ സമയമില്ല. കാരണം ഇനി ജീവിക്കണോ മരിക്കണോ എന്ന രീതിയിലേക്ക് അവിടുത്തെ ജീവനക്കാർ മാറിയിരിക്കുകയാണ്. അത്രയും വളരെ വിഷമഘട്ടമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പെരിയാർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ ഒരു സമര പരിപാടിയെ മുന്നോട്ട് പോവുകയാണ്. മെഡിക്കൽ കോളേജിൽ 10 മുതൽ 28 വർഷം വരെ ജോലി ചെയ്ത ജീവനക്കാർക്ക് ആ വർഷങ്ങളുടെ സർവീസ് പരിഗണിച്ച് ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക, അവരവരുടെ സീനിയോറിറ്റി പരിഗണിച്ച് പ്രൊമോഷൻ നൽകുക, മെഡിക്കൽ കോളേജിലെ എല്ലാ ജീവനക്കാർക്കും 2019 വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചു നൽകുക, 2021 ഫെബ്രുവരിയിൽ മെഡിസെപ്പ് അംഗങ്ങളായ ജീവനക്കാരുടെ 2019 മുതലുള്ള മെഡിസെപ്പ് അരിയേഴ്സ് എന്ന പേരിൽ ശമ്പളത്തിൽ നിന്നും അനധികൃതമായി തുക പിടിക്കുന്ന നടപടി റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ, NGOA എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സമരം നടത്തുന്നത്. സമരത്തിൽ 200-ലേറെ പേർ പങ്കെടുക്കും. നഴ്സിംഗ് ജീവനക്കാരുടെ ആഗിരണ പ്രക്രിയ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് സംഘടനർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ NGOA സംസ്ഥാന കൗൺസിൽ അംഗം UK മനോഹരൻ, ബ്രാഞ്ച് സെക്രട്ടറി TV ഷാജി, KGNU സംസ്ഥാന സെക്രട്ടറി റോബിൻ B ജേക്കബ്, K ഷൈനി, സ്വപ്ന ചാക്കോ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.